വസുന്ധരയും അല്ലുവും പുറത്തു വന്നപ്പോൾ താഴെ കിടക്കുന്ന നന്ദുവും അവളുടെ തൊട്ടപ്പുറത്ത് പേടിയോടെ നിന്ന് വിറയ്ക്കുന്ന ആലുവും. എന്താ മോളെ, എന്താ പറ്റിയേ? വസുന്ധര ആലുവിനെ ചേർത്ത് പിടിച്ചു ചോദിച്ചു. അമ്മേ, ഞാനറിയാതെ, അവൾ നന്ദുവിനെ ചൂണ്ടി പറഞ്ഞു. അപ്പോഴാണ് വസുന്ധര നന്ദുവിനെ നേരെ ശ്രദ്ധിച്ചത്. അല്ലു വേഗം ചെന്ന് നന്ദുവിനെ തട്ടി വിളിച്ചു. നന്ദുവിൻ്റെ നെറ്റി കല്ലിലിടിച്ച് കുറച്ചു മുറിഞ്ഞിട്ടുണ്ട്. ഡി 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 കണ്ണ് തുറക്ക്. കുറച്ചു സമയം അല്ലു തട്ടി വിളിച്ചിട്ടും അവളുടെ അനക്കമൊന്നുമില്ല. അമ്മേ, ഇവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. കൈയൊക്കെ തണുത്തു തുടങ്ങി, അല്ലു വേഗം പറഞ്ഞു. പിന്നെ വസുന്ധരയും അല്ലുവും കൂടെ പിടിച്ച് അവളെ കാറിൽ കൊണ്ട് കയറ്റി. അപ്പോഴാണ് രാമചന്ദ്രൻ വരുന്നത്. മോളെ, നന്ദുമോളെ, എന്താടാ, എന്താ പറ്റിയ മോൾക്ക്? ആ മനുഷ്യൻ ഞെട്ടിക്കൊണ്ട് വെപ്രാളത്തിൽ ചോദിക്കുന്നത് കണ്ടിട്ടും മറുപടി പറയാതെ അല്ലു വേഗം കാർ സ്റ്റാർട്ട് ചെയ്തു പോയി. ഒപ്പം തന്നെ വസുന്ധരയും കയറിയിരുന്നു. പിന്നാലെ ആലു വേഗം അകത്തേക്ക് കയറിപ്പോയി. രാമചന്ദ്രൻ ആരോട് എന്ത് ചോദിക്കണമെന്ന് അറിയാതെ ഒരു നിമിഷം പുറത്തു തന്നെ നിന്നു. പിന്നെ വേഗം അകത്തേക്ക് പോയി. ആലു, ആലു. രാമചന്ദ്രന്റെ ഉറക്കെയുള്ള വിളി കേട്ട് ആലു പേടിച്ചു വിറച്ചു പുറത്തേക്ക് വന്നു. തന്റെ മുന്നിൽ വന്ന് പേടിയോടെ തലതാഴ്ത്തി നിൽക്കുന്ന ആലുവിനെ കാണാൻ രാമചന്ദ്രന് എന്തൊക്കെയോ സംശയം തോന്നി. എന്താടി ഇവിടെ ഉണ്ടായത്? എന്താ നന്ദുമോൾക്ക് പറ്റിയത്? അയാൾ ദേഷ്യത്തിൽ ചോദിച്ചു. ഇത്രയും ദേഷ്യത്തിൽ ആദ്യമായി അച്ഛനെ കണ്ട ഞെട്ടലിലായിരുന്നു ആലുവിന്റെ മുഖത്തപ്പോൾ. പറയടി, എന്താ ഇവിടെ ഉണ്ടായത്? എന്താ ആ കൊച്ചിനു പറ്റിയത്? അയാൾ ദേഷ്യം കൊണ്ട് നിന്ന് വിറയ്ക്കുമായിരുന്നു. അത് അച്ഛാ, ഞാൻ അറിയാതെ ഒന്ന് പിടിച്ചു തള്ളിയതാ. പെട്ടെന്ന് സ്ലിപ്പായി ആ തടിച്ചു വീണപ്പോൾ തല കല്ലിലിടിച്ചു. ആലു പറഞ്ഞു നിർത്തി. രാമചന്ദ്രൻ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി. ആലു ഒന്നും മനസ്സിലാകാതെ അവിടെ നിന്നു. പെട്ടെന്ന് രാമചന്ദ്രൻ പുറത്തു വന്നു. കയ്യിൽ ബെൽറ്റ് ഉണ്ടായിരുന്നു. അച്ഛാ, ആലു പേടിയോടെ വിളിച്ചു. അപ്പോഴേക്കും തലങ്ങും വിലങ്ങും അടി വീണു തുടങ്ങിയിരുന്നു ആലുവിന്. അച്ഛാ, തല്ലല്ലേ അച്ഛാ, ഞാൻ അറിയാതെ, എന്നെ തല്ലല്ലേ അച്ഛാ. ആലു തടയാൻ നോക്കി തൊഴുതു പറയുന്നുണ്ട്. ആ കൊച്ച് ഇവിടെ വന്നു കയറിയ നിമിഷം മുതൽ അതിന് സമാധാനം അറിഞ്ഞിട്ടില്ല. അതിനെ നീയും നിന്റെ അമ്മയും കൊല്ലാക്കൊല ചെയ്തു കൂട്ടുന്നുണ്ട്. എന്നിട്ട് ഒരു വാക്ക് മിണ്ടിയില്ല. അതിനെ വീണ്ടും വീണ്ടും സംസാരവും അടിയും മാറി മാറി നടന്നു. ഈ ബഹളം കേട്ടാണ് അനുവും കണ്ണനും കയറി വന്നത്. മാമേ, നിർത്ത് മാമേ. കണ്ണൻ ബെൽറ്റ് പിടിച്ചു വാങ്ങി. എന്താ മാമേ, ഇവളെന്താ കൊച്ചുകുട്ടിയാണോ ഇങ്ങനെ ഇട്ട് തല്ലാനും മാത്രം? കണ്ണൻ ചോദിച്ചു. അനു ആലുവിനെ പിടിച്ച് സോഫയിലിരുത്തി വെള്ളം കൊടുത്തു. ആലു ഏങ്ങി ഏങ്ങി കരയുന്നുണ്ട്. എന്തിനാ മാമ അവളെ തല്ലിയേ? കണ്ണൻ അവളെ നോക്കിയിട്ട് രാമചന്ദ്രനോട് ചോദിച്ചു. ഇവളെയും ഇവളുടെ അമ്മയെയും തല്ലുക അല്ല, കൊല്ലണം. അത്രയ്ക്ക് ദുഷ്ടകൂട്ടങ്ങളാണ്. രാമചന്ദ്രൻ ആലുവിനെ ദേഷ്യത്തിൽ നോക്കി പറഞ്ഞു. മാമനെ ഇത്രയും ദേഷ്യത്തിൽ ആദ്യമായാണ് കാണുന്നത് കൊണ്ട് തന്നെ കണ്ണന് മനസ്സിലായി എന്തോ കാര്യമായി സംഭവിച്ചുവെന്ന്. പെട്ടെന്ന് കണ്ണൻ ചുറ്റും നോക്കി. ആരുടെയും അനക്കമില്ല. സാധാരണ ആലുവിന്റെ ഇത്രയും കരച്ചിലും ബഹളവും കേട്ടാൽ അപ്പച്ചിയും നന്ദുവുമൊക്കെ പുറത്തു വരേണ്ടതാണ്. അവരൊക്കെ എവിടെ മാമേ? എന്തിനാ ഇവളെ ഇങ്ങനെ തല്ലിയേ? കണ്ണൻ കുറച്ച് ഉറക്കെ ചോദിച്ചു. ദേ നിൽക്കയല്ലേ, ചോദിക്ക് എവിടെ എല്ലാവരുമെന്ന്. ഞാൻ വന്നപ്പോൾ തലയിൽ നിന്ന് ചോര ഒലിക്കുന്ന നന്ദുമോളെയും കൊണ്ട് അമ്മയും മോനും പോയി. ഹോസ്പിറ്റലിലാണോ അതോ കൊല്ലാനാണോ എന്ന് കണ്ടു തന്നെ അറിയാം. ദുഷ്ടകൂട്ടങ്ങളാണ് എല്ലാം. ആലുവിനെ നോക്കി ദേഷ്യത്തിൽ രാമചന്ദ്രൻ പറഞ്ഞു. പിന്നെ നേരെ ആലുവിന്റെ മുന്നിലേക്ക് പോയി. എൻ്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റിയ സ്വന്തം മോളാണെന്ന് നോക്കൂല നിന്നെ ഞാൻ. അത് കേൾക്കെ ആലുവിന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. ഇത്രയ്ക്ക് സങ്കടപ്പെടാൻ അവൾ ആരാ? അച്ഛൻ്റെ മോളാണോ? രാമചന്ദ്രനെ നോക്കി ദേഷ്യത്തിൽ ആലു ചോദിച്ചു. അതേടി, എൻ്റെ മോള് തന്നെയാണ്. നിന്നെ പോലെയുള്ള ഒരു ദുഷ്ടയാണ് എൻ്റെ മോള് എന്ന് പറയുന്നതിലും അഭിമാനമുണ്ട് ആ കൊച്ച് എൻ്റെ മോളാണെന്ന് പറയാൻ. രാമചന്ദ്രൻ കൂടുതലൊന്നും പറയാതെ കയറിപ്പോയി. കണ്ണൻ ഫോൺ എടുത്ത് അല്ലുവിനെ വിളിച്ചു പുറത്തേക്കിറങ്ങി. അനു ആലുവിനെ ദേഷ്യത്തിലൊന്ന് നോക്കിയിട്ട് മുറിയിലേക്ക് പോയി. ഡോക്ടർ നന്ദുവിനെ പരിശോധിക്കുന്നുണ്ട്. പുറത്ത് അല്ലുവും വസുന്ധരയും ടെൻഷനിലാണ്. കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ പുറത്തു വന്നു. അളകനന്ദയുടെ കൂടെ വന്നത് നിങ്ങളല്ലേ? ഡോക്ടർ ചോദിച്ചു. അതെ ഡോക്ടർ, അല്ലുവാണ് മറുപടി പറഞ്ഞത്. നിങ്ങൾ കുട്ടിയുടെ ആരാ? ഡോക്ടർ അല്ലുവിനെ സംശയത്തോടെ നോക്കി ചോദിച്ചു. ഹസ്ബൻഡാണ്, അല്ലു വലിയ താല്പര്യമില്ലെങ്കിലും പറഞ്ഞു. ഓക്കെ, കുട്ടിക്ക് പേടിക്കാനൊന്നുമില്ല. പീരീഡ്സിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. നന്നായി റെസ്റ്റ് എടുക്കാൻ പറയണം കുറച്ച് ദിവസം. പിന്നെ 2 സ്റ്റിച്ചുണ്ട് നെറ്റിയിലെ മുറിവ്. ഇഞ്ചക്ഷൻ എടുത്ത് ട്രിപ്പ് കഴിയുമ്പോൾ കൊണ്ടുപോകാം. ഡോക്ടർ അത്രയും പറഞ്ഞു പോയി. അല്ലു ദേഷ്യത്തിൽ വസുന്ധരയെ നോക്കി. അവർ തല താഴ്ത്തി. അപ്പോഴാണ് അല്ലുവിൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത്. കണ്ണനായിരുന്നു കോളിൽ. അവൻ ഫോൺ എടുത്ത് കുറച്ചു മാറി നിന്നു. പിന്നെ തിരിച്ചു വന്നു. അമ്മയ്ക്കിപ്പോൾ സമാധാനമായല്ലോ അല്ലേ? ഇനി 2 ദിവസം അവൾക്ക് നല്ല റെസ്റ്റ് കൊടുക്കാമല്ലോ അല്ലേ? അവൻ ദേഷ്യത്തിലും പുച്ഛത്തിലും ചോദിച്ചുകൊണ്ട് അടുത്ത് കണ്ട ചെയറിലിരുന്നു. വസുന്ധര ഒരക്ഷരം മിണ്ടിയില്ല. മാമ, നന്ദുവിന് വേറെ പ്രശ്നമൊന്നുമില്ല. അവർ കുറച്ച് കഴിഞ്ഞ് വരും. മാമൻ വെറുതെ ടെൻഷനാകേണ്ട, കണ്ണൻ പറഞ്ഞു.
ആ കുട്ടിയെ ഒരിക്കലും ഇങ്ങനെ ഒരു നരകത്തിലേക്ക് ഞാൻ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു, രാമചന്ദ്രൻ സങ്കടത്തോടെ പറഞ്ഞു. മാമൻ എന്താ ഈ പറയുന്നേ? എല്ലാവർക്കും എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണ്ടിവരും, കണ്ണൻ ആശ്വസിപ്പിച്ചു പറഞ്ഞുവെങ്കിലും അവന്റെ ഉള്ളിലും സങ്കടമുണ്ടായിരുന്നു. അനു രാമചന്ദ്രനും കണ്ണനും ചായയൊക്കെ ഇട്ടുകൊടുത്തു പഠിക്കാനിരുന്നു. ആല് മുറി കയറിയിട്ട് പിന്നെ പുറത്തു വന്നിട്ടില്ല. അപ്പോഴേക്കും നന്ദുവിനെയും കൊണ്ട് അല്ലുവും വസുവും വന്നു. അപ്പോഴേക്കും ആലു റൂമിൽ നിന്ന് പുറത്തു വന്നു. അല്ലു അവളെ പിടിച്ചിട്ടുണ്ട്, തലയിൽ ഒരു കെട്ടുമുണ്ട്. മോളെ. രാമചന്ദ്രൻ വേഗം അവളുടെ അടുത്തേക്ക് പോയി. നന്ദു ചിരിച്ചു. എനിക്കൊന്നുമില്ല മാഷേ, ഞാനൊന്ന് തെന്നി വീണതാ, നന്ദു കള്ളം പറഞ്ഞു. വേണ്ട, നീ ഇനി ആരെയും രക്ഷിക്കാൻ കള്ളം പറയണ്ട, കണ്ണൻ പറഞ്ഞു. പെട്ടെന്ന് പുറത്തൊരു വണ്ടിയുടെ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി. കണ്ണൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി. മുറ്റത്ത് കിടക്കുന്ന പോലീസ് ജീപ്പ് കണ്ട് അവനൊന്ന് ഞെട്ടി. അവൻ അതേ ഞെട്ടലോടെ തന്നെ അകത്തേക്ക് പോയി. മാമ, പുറത്ത് പോലീസ് വന്ന് നിൽപ്പുണ്ട്, കണ്ണൻ അതും പറഞ്ഞു. അപ്പോഴേക്കും പോലീസുകാർ അകത്തേക്ക് കയറി വന്നിരുന്നു. ഒരു വനിതയാണ് SI. അവർക്കൊപ്പം തന്നെ 4 വനിതാ പോലീസുമുണ്ട്. എന്താ മാഡം, എന്താ പ്രശ്നം? രാമചന്ദ്രൻ ചോദിച്ചു. ആരാ ഇവിടെ ഈ വസുന്ധര? SI ചോദിച്ചു. ഞാനാണ് മാഡം വസുന്ധര. SI അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇങ്ങോട്ട് മാറി നിൽക്ക്. നിങ്ങളുടെ മോളെവിടെ? SI കുറച്ച് ദേഷ്യത്തിലാണ് ചോദിച്ചത്. വസു ആലുവിനെ ചൂണ്ടിക്കാണിച്ചു. ഇങ്ങോട്ട് മാറി നിൽക്കടി. അവരുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ടതും ആലു പേടിച്ച് അമ്മയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. അവർ നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് പോയി. ഇതെന്ത് പറ്റിയതാ? നന്ദുവിൻ്റെ നെറ്റിയിലെ കെട്ട് ചൂണ്ടി ചോദിച്ചു. അവൾ എല്ലാവരെയും മാറി മാറി നോക്കി. അവൾ പിന്നാമ്പുറത്ത് വീണതാണ്, അല്ലു പെട്ടെന്ന് പറഞ്ഞു. തന്നോടാണോ ഞാൻ ചോദിച്ചത്? കുട്ടി പറയ്, എന്താ പറ്റിയത്? SI വീണ്ടും നന്ദുവിനോട് പറഞ്ഞു. അവൾക്ക് പറയാനുള്ളതല്ലേ ഞാൻ പറഞ്ഞത്. മാഡം എന്താ കാര്യം പറയാതെ ഇങ്ങനെ വീട്ടിലേക്കൊക്കെ കയറി വരുന്നത്? അല്ലു ദേഷ്യത്തിൽ ചോദിച്ചു. കണ്ണേട്ടാ, മിക്കവാറും ഇപ്പോൾ ഇവിടെ പടക്കം പൊട്ടും, അനു കണ്ണൻ്റെ ചെവിയിൽ പതിയെ പറഞ്ഞു. കണ്ണൻ അനുവിനെ രൂക്ഷമായി ഒന്ന് നോക്കി. ഹലോ ഹലോ, ഞങ്ങളിവിടെ നിന്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ വലിഞ്ഞു കയറി വന്നതല്ല. വ്യക്തമായ കാരണമുണ്ട്. അതുകൊണ്ട് കൂടുതൽ കിടന്ന് തിളയ്ക്കാതെ അടങ്ങി നിൽക്കടാ, അല്ലുവിനെ നോക്കി പറഞ്ഞു. അതോടെ അവൻ അടങ്ങി. എൻ്റെ പേര് ശ്രീജ, ഞാനിവിടെ ടൗൺ SI ആണ്. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ചുറ്റുപാടും അന്വേഷണം നടത്തിയപ്പോൾ നല്ല മതിപ്പാണ് നിങ്ങളെയൊക്കെ കുറിച്ച്. ഒരു മാസം മുന്നേ വരെ. പക്ഷേ ഇപ്പോൾ കോൺസ്റ്റബിൾ. ശ്രീജ ഒന്ന് നിർത്തിയിട്ട് കോൺസ്റ്റബിളിനെ വിളിച്ചു. അവർ ഒരു ടാബ് ശ്രീജയ്ക്ക് നേരെ നീട്ടി. ശ്രീജ അതിൽ നിന്ന് ഒരു വീഡിയോ ഓപ്പണാക്കി എല്ലാവർക്കും മുന്നിലേക്ക് നീട്ടി. അത് കണ്ടതോടെ വസുവും ആലുവും ഞെട്ടി. അതിലുണ്ടായിരുന്നു നന്ദുവിനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് മുതൽ ഇതുവരെ ആ വീടിൻ്റെ പുറത്ത് വെച്ച് പല പ്രാവശ്യം തല്ലിയും പിടിച്ചു തള്ളുന്നതും പണിയെടുപ്പിക്കുന്നതും ഒക്കെയാണ്. ആരോ എല്ലാം കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുത്തതാണ്. കണ്ടല്ലോ, അപ്പോൾ ഞാൻ എന്തിനാ വന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇങ്ങനെയൊരു വീഡിയോ കിട്ടിയിട്ട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ തൊപ്പി തെറിക്കും. ചിലപ്പോൾ നാളെ ഇതൊരു ന്യൂസാകാനും മതി, ശ്രീജ എല്ലാവരോടുമായി പറഞ്ഞു. കണ്ണൻ അനുവിനെ വിളിച്ചു അവരുടെ മുറികളിലേക്ക് പോയി. അല്ലു എന്തു പറയണമെന്ന് അറിയാതെ നോക്കി. രാമചന്ദ്രൻ ഭാര്യയെയും മോളെയും നോക്കി. മാഡം പറഞ്ഞു വരുന്നത്? രാമചന്ദ്രൻ ചോദിച്ചു. അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്കത് ചെയ്തേ പറ്റൂ, ശ്രീജ പറഞ്ഞു. മാഡം, എനിക്ക് പരാതിയില്ല, പെട്ടെന്ന് നന്ദു പറഞ്ഞു. അതിന് നിനക്ക് പരാതി ഉണ്ടോയെന്ന് ചോദിച്ചില്ലല്ലോ. ചില കേസുകൾ നേരിട്ട് ഞങ്ങൾക്ക് തന്നെ ഫയൽ ചെയ്യാം. ഇപ്പോൾ കണ്ട വീഡിയോയുടെ ഓഡിയോ ഞങ്ങൾ ലിപ് റീഡേഴ്സിൻ്റെ സഹായത്തോടെ കണ്ടെത്തുന്നുണ്ട്. അപ്പോഴേക്കും സ്ത്രീധന പീഡനം വല്ലതുമുണ്ടെങ്കിൽ 2 പേരും ജയിലിൽ കിടന്ന് കമ്പി എണ്ണും, ശ്രീജ നന്ദുവിനെ നോക്കി കടുപ്പിച്ചു പറഞ്ഞു. പിന്നെ നിന്നെപ്പോലെ എന്തിനും ഇങ്ങനെ നിന്നുകൊടുക്കുന്ന കുറേ പ്രതികരണശേഷി ഇല്ലാത്തവളുമാരുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഓരോ അമ്മായിയും നാത്തൂമാരും വളർന്നു വരുന്നത്. നന്ദുവിൻ്റെ തല താണു. മാഡം പ്ലീസ്, അമ്മയെയും അനിയത്തെയും കൊണ്ടുപോകരുത്. നമുക്ക് വേണേൽ ഇവിടെ ഇരുന്ന് സംസാരിച്ച് തീർപ്പാക്കാം, അല്ലു സൗമ്യമായി പറഞ്ഞു. മനസ്സിലായില്ല, ശ്രീജ പുരികം ചുളിച്ച് ചോദിച്ചു. അല്ല, മാഡത്തിന് എന്താണെന്ന് വെച്ചാൽ അത് തന്നു കാര്യങ്ങൾ. അല്ലു പറഞ്ഞു തീരും മുമ്പേ ശ്രീജ അവൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. നന്ദു ഒന്ന് ഞെട്ടിക്കൊണ്ട് പുറകിലേക്ക് നീങ്ങി നിന്നു. നീ എന്താടാ പോലീസുകാരെ കുറിച്ച് വിചാരിച്ചു വെച്ചേക്കുന്നേ? ദേ, നീ കണ്ട പോലീസിനെ പോലെ അല്ല ഞാൻ. സർവീസിൽ കയറിയിട്ട് കുറച്ചായി. ഇന്നേ വരെ ഇതുപോലെ എൻ്റെ മുന്നിൽ ഒരുത്തനും വന്ന് പണം ഓഫർ ചെയ്തിട്ടില്ല. ഞാൻ വാങ്ങിയിട്ടുമില്ല. ഇവരെ അല്ല, നിന്നെയാണ് കൊണ്ടുപോകേണ്ടത്, ആണും പെണ്ണും കെട്ടവൻ. സ്വന്തം ഭാര്യയെ ഈ പാടെല്ലാം പെടുത്തിയിട്ടും അവന് അവൻ്റെ അമ്മയും പെങ്ങളുമാണ് വലുത്. അല്ലു ഒരക്ഷരം മിണ്ടാതെ അവരെ നോക്കി. നീയൊക്കെ പൊന്നുപോലെ നോക്കുമെന്ന് പറഞ്ഞാകും ഇതുപോലെ ഓരോ കുട്ടികളെ അവരുടെ അച്ഛനമ്മമാർ കെട്ടിച്ചു വിടുന്നത്. എന്നിട്ടോ നിന്നെപ്പോലെ നട്ടലില്ലാത്തവന്മാർ കാരണം അതൊക്കെ കുറച്ചുനാൾ കഴിഞ്ഞ് തൂങ്ങാനും ചാടാനും നിൽക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നാട് നന്നാവണമെങ്കിൽ നിന്നെപ്പോലെ ഉള്ളവരെയൊക്കെ ജനിപ്പിക്കുന്ന ഇതുപോലത്തെ തള്ളമാരെ കത്തിക്കണം.
ശ്രീജ വല്ലാത്ത ദേഷ്യത്തിൽ ഉറഞ്ഞു തുള്ളുന്നുണ്ട്. കാരണം ശ്രീജ ഇതുപോലെ ഭർത്താവിൻ്റെ വീട്ടിൽ നിറത്തിൻ്റെ പേരിൽ കുറേ അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് നന്ദുവിനെ കണ്ടപ്പോൾ അവളുടെ അവസ്ഥ മനസ്സിലായി. പിടിച്ച് വണ്ടിയിൽ കയറ്റിക്കോ രണ്ടിനെയും. പിന്നെ നിനക്ക് പരാതിയുണ്ടോ ഇല്ലേന്ന് സ്റ്റേഷനിൽ വന്ന് എഴുതി ഒപ്പിട്ട് തരണം. അതിനു മുന്നേ ഇവർക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. അത്രയും പറഞ്ഞ് ശ്രീജ പുറത്തേക്ക് പോയി. പിന്നാലെ വനിതാ പോലീസുകാർ അവരെ പിടിച്ചുകൊണ്ടുപോയി. ആല് കരഞ്ഞു വിളിക്കുന്നുണ്ട് അല്ലുവിന്. പക്ഷേ അവനൊന്നും ചെയ്യാനാകാത്ത അവസ്ഥയിലായിരുന്നു. സ്റ്റേഷനിലെത്തിയതും ശ്രീജയുടെ സ്വഭാവം മാറി. ഇങ്ങോട്ട് മാറ്റി നിർത്ത് രണ്ടെണ്ണത്തിനെയും, ടേബിളിന്റെ സൈഡിലിരുന്ന് ശ്രീജ പറഞ്ഞു. കേൾക്കേണ്ട താമസം. കോൺസ്റ്റബിൾസ് അവരെ പിടിച്ച് ശ്രീജയുടെ മുന്നിലേക്ക് തള്ളി. കുറച്ചുകൂടി മാന്യമായി പെരുമാറാൻ ശ്രമിക്കണം മാഡം. ഞങ്ങൾ കൊലക്കുറ്റം ചെയ്തു നിൽക്കുന്നവർ അല്ലല്ലോ, ആലു ദേഷ്യത്തിൽ പറഞ്ഞതും ശ്രീജ ടേബിളിൽ നിന്ന് താഴെ ഇറങ്ങി. മീനെ, അമ്മയെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കേ. മോളുടെ സൂക്കേട് ആദ്യം തീർത്തിട്ട് അമ്മയ്ക്ക് കൊടുക്കാം. അത് കേട്ടതും ആലു ഒന്ന് ഞെട്ടി. ഇങ്ങോട്ട് മാറി നിൽക്കടി, ശ്രീജ ആലുവിനെ നോക്കി പറഞ്ഞു. ആലു അമ്മയെ നോക്കിയിട്ട് പേടിയോടെ നീങ്ങി നിന്നു. അവളുടെ നാവ് അടങ്ങിയിരുന്നു അപ്പോഴേക്കും. നീ എന്താ ചോദിച്ചത്? കൊലപാതക കുറ്റമാണോ ചെയ്തത് എന്നല്ലേ? ആലുവിന് ചുറ്റും നടന്നുകൊണ്ട് ശ്രീജ ചോദിച്ചു. അത് ഞാൻ പെട്ടെന്ന്, ആലു പേടിയോടെ നോക്കി പറഞ്ഞു. നിങ്ങളൊക്കെ കേൾക്കണം. 10ഓ 20ഓ വയസ്സുള്ള ഇവളും ഇവളുടെ ദേ ഈ നിൽക്കുന്ന അമ്മയും കൂടെ ഒരു പെങ്കൊച്ചിനെ കൊല്ലാക്കലയാണ് വീട്ടിലിട്ട്. അതും മോൻ അതിനെ കെട്ടിയെന്നു പറഞ്ഞു. ശ്രീജ കുറച്ച് ഉറക്കെ പരാതി കൊടുക്കാൻ നിൽക്കുന്നവരോടും അവിടെ നിൽക്കുന്ന മറ്റുള്ളവരോടുമായി പറഞ്ഞു. എല്ലാവരും രണ്ടുപേരെയും നോക്കുന്നുണ്ട്. മോൻ എന്ന് പറയുന്നവൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഇപ്പോഴും അമ്മയുടെ സാരത്തുമ്പിലാണ്. ഭാര്യയെ അമ്മയും പെങ്ങളും കൂടെ ഉപദ്രവിക്കുന്നത് കണ്ടാലും കാണാത്ത പോലെ പോകുന്നവൻ. അവനൊക്കെ നട്ടലിന് പകരം വാഴപ്പിണ്ടിയാണോ വെച്ച് കെട്ടിയേക്കുന്നത് എന്നൊരു സംശയം ആ വീട്ടിലെത്തുന്നതുവരെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ അത് ഉറപ്പിച്ചു. ശ്രീജ അവരെ നോക്കി പുച്ഛത്തിൽ പറയുന്നത് കണ്ട് ആലുവിന് ദേഷ്യം വരാൻ തുടങ്ങി. പിന്നെ തടിച്ചു വീർത്തു ചക്കപ്പോത്ത് പോലെ ഇരിക്കുന്നവളെ എന്താ ചെയ്യേണ്ടത്? വലിഞ്ഞു കയറി വന്നതും പോരാ, ഇപ്പോൾ അവിടെ അവൾക്ക് പട്ടുമെത്ത ഒരുക്കി റാണിയാക്കാനാണോ മാഡം പറയുന്നത്? എൻ്റെ ഏട്ടന് അവൾ വേണ്ട. അവളെപ്പോലെ ഒരുത്തിക്ക് എൻ്റെ വീട്ടിൽ കയറി വരാൻ എന്താ യോഗ്യത? ആലു ദേഷ്യം കൊണ്ട് അലറുകയായിരുന്നു. അതൊരു പോലീസ് സ്റ്റേഷനാണെന്നോ മുന്നിൽ നിൽക്കുന്നത് പോലീസാണെന്നോ ഒന്നും ബോധമില്ലാതെ. ആ കൊച്ചിനെ പറയാൻ നിനക്ക് എന്താടി യോഗ്യത? ആലുവിൻ്റെ മുടിയിൽ പിടിച്ചു ശ്രീജ ദേഷ്യത്തിൽ ചോദിച്ചു. മീനെ, ഇവൾക്ക് പോലീസുകാർ ആരാണെന്ന് ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക്. ഇവൾ 2 ദിവസം പരസഹായമില്ലാതെ എണീറ്റ് നടക്കരുത്. ആലുവിനെ പിടിച്ച് അവരുടെ അടുത്തേക്ക് തള്ളി. ഞങ്ങളുടെ കൈ തരിച്ചിരിക്കുക ഇവളുടെ ഈ അഹങ്കാരം കണ്ട്. അത് ഇപ്പോൾ തന്നെ തീർത്തേക്കാം. മീന അതും പറഞ്ഞ് ആലുവിനെ വലിച്ച് സെല്ലിനുള്ളിലേക്ക് കൊണ്ടുപോയി. മാഡം, പ്ലീസ് മാഡം, മോളെ അറിവില്ലാതെ പറഞ്ഞു പോയതാ. അവൾ കൊച്ചാണ് മാഡം, അവളെ ഒന്നും ചെയ്യരുതെന്ന് പറയും. വസു വേഗം ശ്രീജയുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു. ഇവൾ അത്ര ഇള്ളാ കുഞ്ഞൊന്നുമല്ല, അതുകൊണ്ട് 2 കിട്ടി എല്ല് 3 വരട്ടെ. ശ്രീജ അതും പറഞ്ഞ് ചെയറിലേക്ക് പോയിരുന്നു. മാഡം പ്ലീസ്. നിങ്ങളൊരു അമ്മയല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം കാണില്ലേ സ്വന്തം മോൻ കാണാൻ കൊള്ളാവുന്ന ഒരുത്തിയെ കൊണ്ടുവരണമെന്ന്? അതേ ഞാൻ ആശിച്ചുള്ളൂ. അവളുടെ ഏട്ടത്തിയെക്കുറിച്ച് അവൾക്ക് സ്വപ്നം കാണും. അതൊക്കെ തകർന്നു പോയതിൻ്റെ ഒരു നിരാശ അവളിലുണ്ട്. അതാ അവൾ ഇങ്ങനെ. വസു ശ്രീജയെ നോക്കി പറഞ്ഞു. ശരി, എല്ലാം സമ്മതിച്ചു. നിങ്ങളൊരു അമ്മയല്ലേ, മോള് ചെയ്ത തെറ്റുകൾ എപ്പോഴെങ്കിലും തിരുത്തിയോ? അല്ലെങ്കിൽ തിരുത്താൻ ശ്രമിച്ചോ? വസുവിൻ്റെ മുഖം താണു. പുറമേയുള്ള സൗന്ദര്യം നോക്കി ജീവിക്കാൻ തുടങ്ങിയാൽ അവസ്ഥ വളരെ മോശമാകും വസുന്ധരെ. ദേ നിങ്ങളുടെ മോള് ഭയങ്കര സൗന്ദര്യവതിയാണെന്ന് പറഞ്ഞല്ലേ നടപ്പ്. നാളെ വീണ് കാലോ കയ്യോ ഒടിഞ്ഞു ഒരു കുറവ് വന്നാൽ അത് കുറവ് തന്നെയായിരിക്കും. അതുകൊണ്ട് ആരെയും കൂടുതൽ ആക്ഷേപിക്കാൻ നിൽക്കരുത്. നാളെ നിങ്ങൾ വീണ് കിടക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഈ ആക്ഷേപിച്ചും അപമാനിച്ചുമൊക്കെ നടക്കുന്ന ആ കൊച്ചേ കാണുള്ളൂ. അതിൻ്റെ മനസ്സ് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ അവിടെ വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അത് പരാതി പോലും ഇല്ലെന്ന് പറഞ്ഞത്, ശ്രീജ പറഞ്ഞു. വസുന്ധര ഒരക്ഷരം മിണ്ടിയില്ല. അകത്തുനിന്ന് കേൾക്കുന്ന മോളുടെ കരച്ചിൽ നന്ദുവിനോടുള്ള ദേഷ്യത്തിൻ്റെ ആഴം കൂട്ടി. പക്ഷേ അതവർ പുറത്ത് കാട്ടിയില്ല. പെട്ടെന്നാണ് അകത്തേക്ക് അല്ലുവും വക്കീലും നന്ദുവും കൂടെ കയറി വന്നത്. ഓ വന്നല്ലോ വാഴപ്പിണ്ടി. ശ്രീജയുടെ കളിയാക്കൽ കണ്ടു ചുറ്റും നിന്നവർ അല്ലുവിനെ നോക്കി. ദാ ഇതാണ് ഇവരുടെ മകൻ, ദേ ഈ നിൽക്കുന്ന കുട്ടിയുടെ ഭർത്താവ്, ശ്രീജ പറഞ്ഞു. മാഡം, ഞാൻ ഇവരെ കൊണ്ടുപോകാൻ വന്നതാണ്, അഡ്വക്കേറ്റ് ദിനേശൻ. അഡ്വക്കേറ്റ് മുന്നിലേക്ക് നിന്ന് പറഞ്ഞു. താൻ വന്നില്ലെങ്കിലും ഇവരെ ഞാൻ വിടും. ആ വന്ന സ്ഥിതിക്ക് താനും കൂടെ ഒരു ഒപ്പിട്ടിട്ട് പൊയ്ക്കോ. ഇനി ഈ കൊച്ചിന് ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഒരു ഫോൺ കോൾ വന്നാൽ പോലും അമ്മയും മോനും മോളും താനും ഉൾപ്പെടെ എല്ലാ കോടതിയും ജയിലുമായി നടക്കും. അത് ഉണ്ടാകാതെ ഇരിക്കാൻ ഞാൻ ഇവിടെ ഒരു ഡോക്യുമെൻ്റ് റെഡിയാക്കി വച്ചിട്ടുണ്ട്. ഒപ്പിട്ടിട്ട് എല്ലാവർക്കും പോകാം, ശ്രീജ പറഞ്ഞു. എല്ലാവരും പരസ്പരം ഒന്ന് നോക്കി. മീനെ, മതി അവളെ, ഇങ്ങ് കൊണ്ടുവാ. അല്ലു അപ്പോഴാണ് ആലു അവിടെ ഇല്ലെന്ന കാര്യം ഓർത്തത്. നോക്കണ്ട, നിന്റെ പെങ്ങൾക്ക് ഇച്ചിരി നാവിന് നീളം കൂടിപ്പോയി. അത് കുറയ്ക്കാൻ വേണ്ടി അങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. അല്ലുവിൻ്റെ നോട്ടം കണ്ട് ശ്രീജ പറഞ്ഞു.
അപ്പോഴേക്കും അല്ലുവിനെ താങ്ങി പിടിച്ച് 2 കോൺസ്റ്റബിൾസ് വന്നു. മോളെ, അല്ലുവും വസുവും ഒരുമിച്ച് വിളിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. മാഡം, ഇതൊക്കെ ശിക്ഷാർഹമാണെന്ന് അറിയില്ലേ മാഡത്തിന്? ആലുവിന്റെ നിൽപ്പ് കണ്ട് ദിനേശൻ ചോദിച്ചു. താൻ എനിക്ക് ശിക്ഷ വാങ്ങി തരാൻ വന്നതാണെങ്കിൽ ആയിക്കോ. ഇവളെ പോലെ ഉള്ളതിനെയൊക്കെ തല്ലി എന്ന് പറഞ്ഞ് എന്റെ ജോലിയൊന്നും പോകില്ല. കൂടിപ്പോയാൽ ഒരു സസ്പെൻഷൻ. ആ ദിവസം വീട്ടിൽ സുഖമായി കിടന്നുറങ്ങും ശ്രീജ. വെറുതെ പേടിപ്പിക്കാതെ വിളിച്ചോണ്ട് പോണം വക്കീലെ, ശ്രീജ പറഞ്ഞു. അതോടെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. പോകും മുമ്പ് നന്ദു ശ്രീജയെ തിരിഞ്ഞു നോക്കി. അല്ലെങ്കിൽ തന്നെ നിറത്തിലും തടിയിലുമൊക്കെ എന്ത് കാര്യം? സ്നേഹിക്കാൻ ഒരു മനസ്സ് വേണം. അത് ആ കൊച്ചിനുണ്ടെന്ന് അതിന്റെ മുഖം കണ്ടാൽ അറിയാം. സ്റ്റേഷനുള്ളിൽ ഇതൊക്കെ കണ്ടു നിന്ന ഒരാൾ പറഞ്ഞു.